എന്ന് പറയാം. അല്ലാഹു അതിനുള്ള ഇൽമും അവസരവും തൗഫീഖും തഖ്വയും നമുക്ക് തരട്ടെ. അറിയുമോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞതെന്താണ്? അതാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. എവിടേക്കാണ് വരുന്നതെന്നറിയുമോ? അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിലേക്ക് വരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. മദീന പള്ളിയിൽ വന്നു. മസ്ജിദുൻ നബവിയിൽ ജമാഅത്തായി നിസ്കരിച്ചു. അവിടുത്തെ മുഅദ്ദിൻ സാഹിബുമായി പരിചയപ്പെട്ടിട്ട് ചോദിച്ചു, എനിക്കൊരു മുസ്ഹഫ് തരുമോ? എനിക്ക് വീട്ടിൽ കൊണ്ടുവച്ച് ഖുർആൻ ഓതാനാണ്. എനിക്കൊരു മുസ്ഹഫ് തരുമോ? വീട്ടിൽ കൊണ്ടുവച്ച് ഓതാനാണ്. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പൊ പറഞ്ഞു, അതാ ആ കാണുന്ന ഗല്ലിയുണ്ടല്ലോ, അവിടെ കാണുന്ന ആ കുടിലാണ് എന്റെ വീട്. അവിടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്. അതാ മുഅദ്ദിൻ സാഹിബ് അവിടുന്ന് മുസ്ഹഫ് കൊടുക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു, ഇദ്ദേഹത്തെ കാണാനില്ലാതെ വന്നപ്പോ ഞാൻ ആലോചിച്ചു, ഈ ചെറുപ്പക്കാരൻ നല്ല ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് എന്റെ മുസ്ഹഫ് ഞാൻ കൊടുത്തത്. എന്തേ ഇയാൾ എന്നെ പറ്റിച്ചു കളഞ്ഞോ എന്നവിടുന്ന് മുഅദ്ദിൻ സാഹിബിന് സംശയം വന്നു. മുഅ്മിനീങ്ങളെ, വലിയ സംഭവമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മുഅദ്ദിൻ സാഹിബ് അവിടുന്ന് ഇറങ്ങി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വീടിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. ആ വീടിന്റെ മുമ്പിൽ ഒരു കർട്ടൻ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നു. ഒതുവെടുക്കാനുള്ള വെള്ളത്തിന്റെ പാത്രമുണ്ട്. ഞാൻ സലാം പറഞ്ഞു, അനക്കമില്ല. എന്റെ മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്കിത് ബറക്കത്തിനെന്ന് പറഞ്ഞു ദുആരക്കാമല്ലോ. ഒന്നടുത്തു നിന്നാൽ നമ്മുടെ മജ്ലിസ് ഖൈറായല്ലോ. അവിടെയുമുള്ള ചെറുപ്പക്കാരെ നമുക്കൊന്നൊരുമിച്ച് നിന്ന് ദുആരക്കാമല്ലോ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ പറഞ്ഞ മജ്ലിസല്ലേ? അല്ലാഹുവിന്റെ ദീനിന്റെ തൗഹീദ് പറഞ്ഞ മജ്ലിസല്ലേ? അല്ലാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന പൂതിയില്ലേ? അതാ ഈ ചെറുപ്പക്കാരന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ കർട്ടൻ താഴ്ന്നു കിടക്കുന്നു. സലാം മടക്കുന്നില്ല. ഉടനെ അല്പനേരം കാത്തുനിന്നിട്ട് കർട്ടൻ നീക്കി നോക്കി. ചെറുപ്പക്കാരൻ അവിടെ കിടക്കുകയാണ്. വജൂഹുൽ ഖമരി, മുഖമതാ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. വമുസ്ഹഫി അലാ സദ്രിഹി, ഞാൻ കൊടുത്ത മുസ്ഹഫ അദ്ദേഹത്തിന്റെ നെഞ്ചത്തുണ്ട്. അയാളിങ്ങനെ കിടക്കുന്നു. അടുത്തേക്ക് ചെന്നു. അനക്കമില്ല, അനക്കമേയില്ല. ആള് മരണപ്പെട്ടു എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അടുത്ത് വിളിച്ചാൽ കിട്ടുന്ന സ്ഥലത്തുള്ള ആളുകളെ വിളിച്ചുകൂട്ടി. ഞാൻ വല്ലാതങ്ങ് വിഷമിച്ചുപോയി. കാരണം ഇയാൾ എന്റെ മുസ്ഹഫും കൊണ്ട് മുങ്ങിയോന്ന് ഞാൻ സംശയിച്ചല്ലോ. ആ വിഷമത്തിലാണെങ്കിലും എനിക്ക് പിന്നുള്ള വിഷമം എന്താണ്? ഇയാൾക്കൊരു കഫം പുട വാങ്ങാൻ എന്റെ കയ്യിൽ ക്യാഷില്ലല്ലോ. എന്തു ചെയ്യാനാണ്? ഏതായാലും സുബഹിയുടെ സമയമായി. ജനാസ അവിടെ കിടത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ അതാ ജന്നത്തുൽ ബഖിയിൽ ഒരു വെളിച്ചം കാണുന്നു. വല്ലാത്ത വെളിച്ചം തന്നെ. ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോഴോ അവിടെ ഒരു കഫം പുടവ ഇരിക്കുന്നു. അതിന്റെ മേലെ എഴുതിയിരിക്കുന്നു, ഹാദാ കഫനു ഫുലാൻ അല്ലദീ മാതൽ ബാരിഹ. ഇന്നലെ രാത്രി മരണപ്പെട്ടയാൾക്കുള്ള കഫം പുടവയാണ് എന്നതിന്റെ മേൽ ആലേഖനം ചെയ്തതുപോലെയുണ്ട്. ഞാൻ ആ കഫം പുടവ എടുത്ത് എന്റെ കക്ഷത്തങ്ങ് വെച്ചു. ഫർഹ്തു ഇലൽ മസ്ജിദി,
ഞാൻ പള്ളിയിലേക്ക് ചെന്നു, ജമാഅത്ത് കഴിഞ്ഞു, സലാം വീട്ടിയിട്ട് പുറകോട്ട് നോക്കുമ്പോ അതാ കുറെ പുതിയ ആളുകളെ കാണുന്നു. വമിൻഹും മാലിക് ബിനു ദീനാർ, മാലിക് ബിനു ദീനാർ തങ്ങളുണ്ട്, അലിയുൽ ഖവാസ് തങ്ങളുണ്ട്. വന്നിട്ട് ചോദിച്ചു, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടോ? അതേ, നഅം മാതൽ ബാരിഹ റജുലുൻ ലാ അഅരിഫു ഇസ്മഹു വലാ നസബഹു. അയാൾ എവിടുത്തുകാരനാണെന്നോ അയാൾ എങ്ങനത്തെ ആളാണെന്നോ ഒന്നും എനിക്കറിയില്ല. അയാൾ ഇന്നലെ വഫാത്തായിട്ടുണ്ട്. എന്നാൽ ആ വീട്ടിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കുമോ? ഈ മഹാന്മാരെയും കൊണ്ട് ഞാൻ ആ ജനാസയുടെ അടുക്കലേക്ക് നടന്നു. അവിടെ ചെന്നിട്ടോ ആ ജനാസയുടെ അടുക്കൽ വഖബ്ബലൂ ജമീഅ, എല്ലാവരും ആ മഹാനായ ചെറുപ്പക്കാരന്റെ മുഖത്തടാ മാലിക് ബിനു ദീനാർ തങ്ങൾ ചുംബിക്കുന്നു. ഔലിയാക്കന്മാര് മുഴുവനും ചുംബനം കൊടുക്കുന്നു. എന്നിട്ട് മാലിക് ബിനു ദീനാർ തങ്ങൾ അവിടുത്തെ ഒരു സഞ്ചിയുണ്ട്, ആ സഞ്ചിയിൽ നിന്നൊരു കഫംപുടവ എടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് പൊതിഞ്ഞേക്കാം. കാരണം മാലിക് ബിനു ദീനാർ തങ്ങൾ അവിടത്തേക്ക് വേണ്ടി കരുതിയ ജനാസ് കഫംപുടവയാണ്. എവിടെങ്കിലും മരണപ്പെട്ടു പോയാൽ എന്നെ പൊതിയാൻ കഫംപുടവയ്ക്ക് ആളുകൾ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് ഔലിയാക്കന്മാര് കൊണ്ട് നടന്നതാണ്. മാലിക് ബിനു ദീനാർ തങ്ങൾ പറഞ്ഞു, എന്റെ കഫംപുടവയെടുത്തോ. അപ്പോഴേക്ക് അലിയുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു, എന്റെ കഫംപുടവ ഉപയോഗിച്ചോ. അപ്പോഴേക്ക് അടുത്ത വലിയ പറഞ്ഞു, എന്റെ കഫംപുടവ എടുത്തോ. അപ്പോഴാണ് മോദീൻ സാഹിബ് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും കഫംപുടവ വേണ്ട, ഹാദാ കഫനു ഫുലാൻ ബിൻ ഫുലാൻ. അറിഞ്ഞോ, ഇന്നലെ രാത്രി ഇദ്ദേഹം വഫാത്തായപ്പോ എനിക്ക് ബേജാറായിരുന്നു, എവിടുന്നാ കഫംപുടവ കിട്ടുകയെന്ന്. ഇപ്പൊ കിട്ടിയല്ലോ, അള്ള വന്നതാണ്, നിങ്ങളുടേത് വേണ്ട. അപ്പോഴേക്ക് കഫൻ പൊതിഞ്ഞിട്ട് രാവിലെ ജനാസയും കൊണ്ട് അവിടുന്ന് മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോ അതാ ജനങ്ങളിങ്ങനെ ജമ്മൻ വഫീർ, സംഘങ്ങളായി ജനങ്ങൾ വരുന്നു. എവിടെന്നാണെന്നറിയില്ല, അത്രയും വലിയ ജനക്കൂട്ടം വന്നു ആ ജനാസയൊന്ന് കൊണ്ടുപോയല്ലോ. ഈമാനുള്ള ചെറുപ്പക്കാരെ, നമ്മുടെ കല്യാണത്തിന് 10 ബസ്സിൽ ആളുകൾ വന്നില്ലേ? അതുപോലെ നമ്മൾ മരണപ്പെടുമ്പോ കുറച്ചാളുകൾ വന്നിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് അവരെല്ലാം ഇങ്ങ് പോരുമ്പോ അവിടുന്ന് പുതിയാപ്പളയെ പോലെ കിടക്കണ്ടയോ? آمنوا بالله واعتصموا بحبل الله واحبوا رسول الله واعتنقوا أوامر دين الله وتقبلوا من الله الشريعة. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചോ, മരണമുണ്ടെന്ന ബോധമുണ്ടാക്കിക്കോ, തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടുനിന്നോ, കള്ളുകൂടി മാറ്റിവെച്ചോ, കഞ്ചാവ് ചിന്തിക്കാതിരുന്നോ, വല്ല തുളസിയും പാൻമസാലയും ഒക്കെ വെക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? മര്യാദയ്ക്ക് അല്ലാഹനെ ഓർത്ത് ജീവിച്ചോ? നിസ്കാരം കളാക്കുന്നവരുണ്ടോ? പടച്ചവനെ പേടിച്ച് നിസ്കരിച്ചോ? റമളാൻ മാസം അതിനുള്ള മാസമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ചെറുപ്പക്കാരികളുണ്ടോ? അല്ലാഹനെ ഓർത്ത് നിസ്കാരം തുടങ്ങിക്കോ. ആടിക്കൊഴഞ്ഞ് അന്യപുരുഷന്മാരെ വഞ്ചിക്കുന്ന തെറ്റുകാരികളായ പെൺപിള്ളേരുണ്ടോ? നരകത്തിലേക്ക് വലിക്കപ്പെടരുതെന്ന് പേടിച്ചു സൂക്ഷിച്ചോ. അല്ലാഹു തആല തഖ്വ നൽകി തരട്ടെ, ഔദാര്യ കൊണ്ട് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ.